ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വൈറലായിട്ടുള്ള ലേസ് ഷവർമയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്കത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഒരു പാടുമില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. ബോൺ ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ കുറച്ച് പാടാണ്, അതുകൊണ്ടാണ് ബോൺലെസ് എടുത്തേക്കുന്നത് കേട്ടോ. അത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ഇത്ര ആവശ്യമുള്ളൂ കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതുകൂടെ അത്ര എടുത്ത് പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ആവശ്യമുണ്ടെങ്കിൽ ഇടാം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. അതുകൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാമേ. അതിലോട്ട് ഇത് തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചിക്കനെല്ലാം ഒന്ന് തടിച്ച പോലെ, അതായത് ഒന്ന് വീർത്തിരിക്കുന്ന പീസസ് എല്ലാം നമുക്കൊന്ന് ഇതുപോലെ ഇടികല്ല എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അത് എടുത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഓയിലും കുറച്ചേ എടുക്കത്തുള്ളൂ, അതാണ് ഞാൻ അങ്ങനെ പെട്ടെന്ന് ചെയ്യുന്നത്. ചെയ്തതിന് ശേഷം നമുക്കൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാവേ. അതിനുശേഷം ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഏത് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി, കാരണം നമുക്ക് ആ ഓയിൽ തന്നെ ഞാൻ ഇത്ര 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് തന്നെ നമുക്ക് ബാലൻസ് വരും. കാരണം നമുക്കിത് ക്രിസ്പി ആയിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ചിക്കൻ ഫ്രൈ പോലെ. ജസ്റ്റ് ചിക്കൻ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. നമ്മൾ പിന്നെ അധികം ഉള്ളുള്ള ചിക്കൻ അല്ലല്ലോ, നമുക്ക് നന്നായിട്ട് ഇതാക്കി എടുത്തിട്ടുണ്ടല്ലോ നമ്മൾ, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അത് നമ്മൾ ഒന്ന് മറിച്ചും തിരിച്ചും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക ചിക്കൻ. അത്രയും മാത്രമേ ഉള്ളൂ. നല്ല ക്രിസ്പി ആവേണ്ട ഒരാവശ്യമില്ല. ഇതേ കണ്ടോ, ഞാൻ മറിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്നും ആവശ്യമില്ല, 5-7 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടുമേ. അതിനുശേഷം നമുക്ക് മിക്സിങ് തുടങ്ങാം. ആദ്യം ഫൈനലി ചോപ്ഡ് ആയിട്ടുള്ള ഓണിയൻ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവോളയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ടൊമാറ്റോ ഒരു പകുതി ടൊമാറ്റോ മാത്രമേ എടുത്തിട്ടുള്ളൂ, കാരണം നമുക്ക് അത്ര ചിക്കനല്ലേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ ആവശ്യമേ ടൊമാറ്റോ. അതിനുശേഷം ക്യാബേജ് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുക്കുംബർ എടുക്കാം. വെള്ളരിക്ക അതായത് ഇത്ര പീസ് എടുത്തിട്ടുള്ളേ, അതും കൂടെ അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ്, ക്യാരറ്റൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ചിക്കനും ഞാനിങ്ങനെ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക. വെജിറ്റബിളിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലേസ് എടുക്കുക. ലേസ് ഞാനിവിടെ ഓറഞ്ച് കളറിൽ ഫ്ലേവർഡ് ലേസാണ് എടുത്തിരിക്കുന്നത്, ടൊമാറ്റോ ടാങ്കോ എന്ന് പറയുന്ന ഫ്ലേവർ. നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം അതെടുക്കുക കേട്ടോ. ആ ലേസ് മുഴുവനോടെ ഇരിക്കുന്ന ലേസല്ലേ, അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക, ഒന്ന് പൊടിച്ചെടുക്കണേ. അതിനുശേഷം നമുക്ക് ഈ മിക്സ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം നമുക്ക് മയണൈസ് ചേർക്കാവേ. മയണൈസ് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം, നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ആവശ്യത്തിന് ചേർക്കാം. അതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർക്കണേ. ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പം തന്നെ നമ്മുടെ ലേസ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, പെട്ടെന്ന് ഉണ്ടായി കഴിയത്തില്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്